ഹലോ. നിന്റെ ജിമ്മിലെ മറിച്ചില് ഇതുവരെ കഴിഞ്ഞില്ലേ? എന്താ അമ്മി, എനിത്തിങ് സീരിയസ്? നിന്നെ ഒന്ന് കാണാനേ ആ ഡോക്ടർ സേനന്റെ വീട്ടിൽ നിന്ന് അവരിങ്ങോട്ട് വരുന്നുണ്ട്. സേനന്റെ മോനെ മമ്മി തന്നെ കണ്ടാ മതി. സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കറിയാം ആ ഇഡിയറ്റിനെ. മമ്മി എന്റെ താല്പര്യം കൂടി നോക്കണ്ടേ? എനിക്ക് വരെ പ്രയോറിറ്റി ഉണ്ടോന്ന് മമ്മി അന്വേഷിച്ചോ? ഫോൺ വെച്ചിട്ട് പോയേ അമ്മി. എടി, ഞാൻ പറയുന്നൊന്ന് കേക്ക് മുഴുവൻ. ഋഷി വന്നേ, ഒരു ന്യൂസ് ഉണ്ട്. പപ്പ ഒരു പ്രപ്പോസലും കൊണ്ട് വന്നിരിക്കുക. നല്ല കാര്യമാണല്ലോ. എന്നത്തേക്കാ മാരേജ്? അത് മമ്മയും പപ്പയും കൂടി തീരുമാനിച്ചോളൂ. വെഡിങ് സാരി ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. അത് ഞാൻ മമ്മി എടുത്ത് പറയാട്ടോ. ഓ ശരി. ഓ അനന്തൻ. അതെ, അവളെ വിളിച്ചിട്ട് അവൾ എന്നെ തെറിയും പറഞ്ഞ് ഫോൺ വെച്ചു. അവളുടെ മനസ്സിൽ വേറെന്തുവാ, അവര് വരണ്ടാന്ന്. ഇവിടെ അതിനെക്കാട്ടും വലിയ പ്രശ്നമാ. വക്കീൽ നോട്ടീസാ. എവിടുന്ന്? അനന്തന്റെ. അനന്തന്റെയോ? എന്തോ എഴുതിയിരിക്കുന്നെ? അവനൊരു വില്ലുണ്ടെന്നും പറഞ്ഞ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുവാ. വിൽപത്രോ? ആ. ആരാർക്കെഴുതിയതെന്നാ? നിങ്ങളുടെ അപ്പൂപ്പൻ മരതകം പിള്ളയുടെ വിൽപത്രത്തിന്റെ കാര്യമാ. അപ്പൂപ്പന്റെ വിൽപത്രത്തിന്റെ കാര്യം അവനെങ്ങനെ അറിയാം? നീ വായിച്ച ഉള്ളതാണോ? പിന്നെ ഞാൻ LLB വരെ പഠിച്ചത് വെറുതെയാണോ? അന്ന് ഞാൻ ടെസ്റ്റ് എഴുതിയെങ്കിൽ മജിസ്ട്രേറ്റ് ആയേനെ. അല്ലേലും നീ മജിസ്ട്രേറ്റ് ആണല്ലോ. കാര്യം പറ. അതെ, അവനിപ്പ എല്ലാം അറിഞ്ഞെന്ന് മനസ്സിലായല്ലോ. മരതകം വീടേ അവന്റേതാ. ഈ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടെന്നൊന്ന് പറഞ്ഞതാ. അവനെതിരെ പോലീസ് കേസ് കൊടുക്കണം. ഇതാ നിന്റെ കുഴപ്പം. വിൽപത്രത്തിലും വസ്തുകേസിലും പോലീസിന് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ചുമ്മാ മണ്ടത്തരം പറയാതെ. അവൻ ആ വിൽപത്രം വ്യാജമായി ചമച്ച് വസ്തു തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞ് നമുക്കൊരു കേസ് കൊടുക്കാം. ഡിവൈഎസ്പി എന്റെ ഫ്രണ്ടാ, ഞാൻ ഓപ്പറേറ്റ് ചെയ്തോളാം. അല്ലെങ്കിൽ മിനിസ്റ്റർ വഴി മൂവ് ചെയ്യാം. എന്തായാലും ഞാൻ മിനിസ്റ്റർ ഒന്ന് വിളിക്കാം. വേണ്ട വേണ്ട, നിങ്ങൾ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ഓ, ഡോക്ടർ സേനന്റെ വീട്ടുകാരിപ്പോ വരുമല്ലോ. അവളെന്തോ പറഞ്ഞേ? അത് അവള് വരുമ്പോ നിങ്ങൾ തന്നെ ചോദിച്ചാ മതി. ഗുഡ് മോർണിംഗ് മോളു. ഗുഡ് മോർണിംഗ്. മോളങ്ങ് മിടിക്കുകയായല്ലോ. മോളെ അമ്മയോട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് തടി കുറയ്ക്കാൻ പറ. സോപ്പിടണ്ട, ഞാൻ പറയാനുള്ളതൊക്കെ അമ്മയെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പപ്പയോട് എനിക്കൊന്നും പറയാനില്ല. കാശുണ്ടെന്ന് പറഞ്ഞ് കല്യാണം ആലോചിക്കുന്ന ഭയങ്കര പ്രൊമറ്റീവാ. കുറച്ചും കൂടി സിവിലൈസ്ഡ് ആയിട്ട് ചിന്തിക്ക്. പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. സേനനെ ശരിയാവും. നമ്മളോടൊപ്പം ഉള്ള ബന്ധം മതി നമുക്ക്. മോളെ, സേനൻ സാറിന്റെ മോൻ നല്ല ചെക്കനാ. വെള്ളമടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല. എന്തിന് പെമ്പിള്ളാരുടെ മുഖത്ത് പോലും നോക്കില്ല. അതാ ഞാൻ പറഞ്ഞേ അവനൊരു ഇഡിയറ്റ് ആണെന്ന്. മമ്മി വെറുതെ സമയം കളയാതെ എഴുന്നേറ്റ് പോ. പിന്നെ എന്താ മോളുടെ മനസ്സില്? എന്താന്ന് വെച്ചാ അങ്ങ് പറ. മോൾ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? എങ്കിൽ അതങ്ങോട്ട് പറ. ഞാൻ UK പഠിക്കുമ്പോൾ എൻ്റെ സീനിയർ ആയിരുന്ന ഒരാളുണ്ട്. ആസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. അത്രയ്ക്ക് നല്ല തിക് ഫ്രണ്ട്സ് ആണ്. എവിടുത്തുകാരനാ? ഇന്ത്യക്കാരനാണോ? മലയാളിയാ, നിങ്ങൾ അറിയും. നമ്മുടെ ഗോൾഫിങ്സിലെ മരിച്ചുപോയ ഹരിശങ്കർ അങ്കിളിന്റെ മോൻ ഋഷിശങ്കർ.
ഋഷികേശൻ നായരുടെ, നമ്മുടെ ഹിമ കളക്ഷൻസ്. ഉം. ഹരിശങ്കർ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. പക്ഷെ സേനന സ്റ്റാറ്റസിൽ മുന്നിൽ നിൽക്കുന്നത്. സേനനുമായിട്ടൊരു ബന്ധം, അത് നമ്മുടെ ബിസിനസ്സിന് ഗുണമാ. നീ ചെന്ന് അവളോട് സംസാരിക്കേ. ചെല്ല്. ആ സേനന്റെ മോന് നിന്നെ വലിയ ഇഷ്ടമാ. നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ മോളെ? നിന്റെ പപ്പയാണെങ്കിൽ വിഷമിച്ചിരിക്കുന്ന കണ്ടില്ലേ? ഈ കല്യാണത്തിനാണെങ്കിൽ പപ്പ വാക്കും കൊടുത്തതാ, അവരിപ്പോഴിങ്ങെത്തും. എന്റെ ഫ്യൂച്ചർ ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാശും കുറെ യൂസ്ലെസ് സ്റ്റോറീസുമായിട്ട് ഇരുന്നോ. ഞാൻ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വേഗം എന്തെങ്കിലും തീരുമാനിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കും. ഓ, അച്ഛനും അമ്മയും പറഞ്ഞ മോള് കേൾക്കത്തില്ലല്ലേ? ഇല്ല, ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ഞങ്ങള് കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലോ? ഞാൻ ഇറങ്ങി പോവും. പോവോ? ആ, പോകും. ആ സേനന്റെ വീട്ടുകാരെ വിളിച്ചു പറ വരണ്ടാന്ന്. എന്നിട്ട് ഈ കല്യാണം അങ്ങ് ഉറപ്പിക്കാം. ഹ, നീ വെറുതെ വിവരക്കേട് പറയാൻ നിക്കല്ലേ. നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ പറയുന്നേ. ഈ കുടുംബ വീട് വേണോന്നും പറഞ്ഞ് അനന്തകൃഷ്ണൻ വക്കീൽ നോട്ടീസ് അയച്ചില്ലേ? അവന് മാനസികം കേസിന് പോകാതിരിക്കണമെങ്കിലേ അവളുടെ ജോലി കളയിക്കണം, വരുമാനം മുട്ടണം. എന്നിട്ട് മോള് പറഞ്ഞ ആ ചെക്കനുമായിട്ടേ ഈ കല്യാണം അങ്ങ് ഉറപ്പിക്ക. എന്നിട്ട് ആൻസിയെ അവിടുന്ന് പുറത്താക്കി അവനെ അവളെയും പെരുവഴിയിലിറക്കണം. അതാ ഇന്ന് വന്ന വക്കീൽ നോട്ടീസിനുള്ള മറുപടി. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഹായ്. ഹായ്. ഹായ് ഋഷി. ഹായ് ആൻറ്റി. ഹായ് അങ്കിൾ. ഹായ്. വാ. വരൂ അങ്കിൾ, ഇതാണ് ഷോപ്പ്. ആഹാ. നമുക്ക് മേലോട്ട് പോവാം. ആ. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. കൊച്ചപ്പനും മോളും ഒന്ന് പുറത്തോട്ട് നിന്നാട്ടെ. സിനിമ എന്ന് പറഞ്ഞ് നീ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ ഇനി ഈ വീട്ടിൽ സഹിക്കാൻ പറ്റത്തില്ല. ഈ വക പരിപാടികൾ നിർത്താതെ ഈ പടി ചവിട്ടിയേക്കരുത്. കണ്ടുപോരുത് ഇവിടെ, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ ലീഗലി പോവും. എനിക്ക് എന്റെ ഓഹരി കിട്ടണം. ഓഹരി പുറത്തിരിപ്പുണ്ടടാ. അവര് തരും. സമ്പാദിച്ചു വച്ചിട്ടുണ്ടാവുമല്ലോ. അവള് സമ്പാദിക്കാൻ മിടിക്കുകയല്ലേ. കൊണ്ട് കൊടുക്കടാ, മാർക്കറ്റ് വില കിട്ടും. ദേ, തോന്നിയാസം പറയരുത്. പോടാ, പോടാ. ചേട്ടനെന്ന് ഞാൻ വിചാരിക്കില്ല. പോടാ, പോടാ. ആ, അങ്ങോട്ട് നടക്ക. ഈ പഴി ചവിട്ടിയേക്കരുത്. നാണം കെട്ടവൻ. കണ്ടവളുമാരെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നു. ഇവനാണെങ്കി ഫാഷൻ ഷോ എന്ന് പറഞ്ഞ് ഊരു ചുറ്റല. ഒന്ന് സ്റ്റേബിൾ ആകട്ടെ എന്ന് കരുതി ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിക്കാനിരിക്കുകയായിരുന്നു. ഇവക്ക് വേണ്ടി എന്റെ ഒരു ഫ്രണ്ടിന്റെ മോനെ, ഡോക്ടർ സേനന്റെ മോൻ. ഓ, സേനനെ അറിയില്ലേ? അറിയും. ആലോചിച്ചതാ. ഓ, അതും ഇങ്ങോട്ട് വന്ന് ആലോചിച്ചതാ. എന്തൊരു ബഹളമായിരുന്നെന്നറിയാമോ? ഇവളാണെങ്കി വീടെടുത്ത് തിരിച്ചു വച്ചെന്നേ. ഋഷിമോന്റെ കൂടെ ജീവിക്കൂ, രണ്ടും കൂടെ ഓസ്ട്രേലിയ പോവുക. ആകെ പ്രശ്നമല്ലായിരുന്നോ? ഇവൻ ഓസ്ട്രേലിയ പോണോന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പല്ലവി ഉണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ആ, എന്നാ പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ഹോളുണ്ട്, അവിടെ വെച്ച് വേണേ നടത്താം. അപ്പോ തീയതി ഫിക്സ് ചെയ്യല്ലേ? പിള്ളേരെല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് ആ. ഇനി തീമും തീയതിയും ഓർണമെന്റ്സ് എടുക്കുന്നതും ഹാളും ഒക്കെ ഇവര് തന്നെ തീരുമാനിക്കട്ടെ. മോളാണെങ്കിലേ ബീച്ച് സൈഡ് വെഡിങ് വേണമെന്നും പറഞ്ഞ് നിൽപ്പാ. താങ്ക്സ്.
ഈ കൊച്ചാണ് FB-യിൽ വരുന്ന ഡിസൈനർ. അതിന് നിങ്ങൾക്കറിയില്ലേ? അവളും ഇടുക്കിയ. ആൻസി അറിയില്ലേ? അറിയില്ല. ഞാൻ വിളിപ്പിക്കാം, ഒന്ന് പരിചയപ്പെട്ടിരിക്കാലോ. ഓ. പ്രിയ, ആൻസി വിളിക്കാം. ചേച്ചി, ആ MD വിളിക്കുന്നു. ആ വന്നവരൊക്കെ പോയോ? ചേച്ചി, അവിടെ കല്യാണാലോചന നടക്കുക. ആരുടെ കല്യാണം? റഷ്യ അവരുമായിട്ട്. അത് നന്നായി. ഒഴിഞ്ഞു പോട്ടെ, നീയെങ്കിലും രക്ഷപ്പെടുമല്ലോ. മാഡം. ആ ആൻസി, ഇത് മിസ്റ്റർ ആദിത്യ കൃഷ്ണൻ, ബിൽഡറാ. ഇദ്ദേഹത്തിന്റെ മോളെയാ ഋഷിമോൻ മാരി ചെയ്യാൻ പോകുന്നത്. ആൻസി ഒരാളാ ഞങ്ങൾക്ക് ഇത്രയും ബിസിനസ് ഉണ്ടാക്കി തന്നത്. FB-യിൽ ലാക്സ് ആൻഡ് ലാക്സ് ലൈക്സും ഷെയർസും കിട്ടുന്ന വീഡിയോസാ ആൻസിയുടേത്. ഇപ്പൊ എനിക്ക് ആളെ മനസ്സിലായി. ഭർത്താവ് ഒരു സിനിമാക്കാരൻ, ഇപ്പൊ പടമൊന്നും ഇല്ലാതെ. ഇത് നമ്മുടെ മറ്റേ കേസില് കുറെ കാലം മുമ്പേ റെയ്ഡില്. എന്ത് കേസിലാ? ഒന്നുമില്ല. മാഡം, എനിക്കൊരു വർക്ക് തീർക്കാനുണ്ടായിരുന്നു. ആ ബാങ്ക് ഡീറ്റെയിൽസിന്റെ കാര്യം അയക്കാൻ മറക്കല്ലേ. ആ ശരി. ചേച്ചി, കല്യാണം ഉറപ്പിച്ചു കാണൂ ചേച്ചി. ഉറപ്പിച്ചെങ്കിലും ഉറപ്പിക്കട്ടെ. നിന്റെ തലേന്ന് ഒഴിഞ്ഞല്ലോ. ചേച്ചി, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നീ അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും തിരിച്ചു കൊടുത്തേക്കണേ. അതല്ല ചേച്ചി. പിന്നെന്താ? ചേച്ചി ഒന്ന് വന്നേ. വാ. എന്താ പ്രിയ? എന്താ നീ കാര്യം പറ. ചേച്ചി, എനിക്ക് എന്താ കാര്യം പറ. എനിക്ക് ആൻസിയുടെ 1-2 ലേറ്റസ്റ്റ് ഡിസൈൻസ് കാണുമായിരുന്നു. അതിനെന്താ, വന്നോളൂ. ആൻസി, ആൻസി ഒന്ന് വന്നേ. വരുന്നു മാഡം. മാഡം. ആ ആൻസി, നമ്മുടെ പുതിയ കളക്ഷൻസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. പാർട്ടി വെയർ. പേസിൽസ് ആണെങ്കിൽ ഞങ്ങൾ 6 ബീഡ്സ് വർക്ക് ഉണ്ടോ? ആ നിറയെ ത്രെഡ് വർക്കും ഉണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നിന്റെ വക്കീൽ നോട്ടീസ് കിട്ടി. സിനിമാക്കാരനെ കൂടി ഞങ്ങൾക്കൊന്ന് കാണണം. ഒഴിയാൻ പോകുന്നതേ ഞങ്ങളല്ല, നീയാ. ഇതിന്റെ പ്രൈസ് എത്ര? ഋതു, ഇതിന്റെ പ്രൈസ് എത്രയാ? ഈ ഋഷിയും നമ്മുടെ പല്ലവി നേരത്തെ പരിചയക്കാരായിരുന്നു. അവര് പുറത്തൊരുമിച്ച് പഠിച്ചതല്ലേ. താലി കെട്ടിയില്ലെന്നേ ഉള്ളൂ, രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. ആര് പറഞ്ഞു? ആ പിള്ളേര് തന്നെയാ പറഞ്ഞത്. അപ്പൊ പിന്നെ അത് നടക്കട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അങ്ങ് വെറുതെ തള്ളിക്കളഞ്ഞു വിടാൻ പറ്റില്ല അനന്തു. വേറെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്ന? നമ്മളാ ജോലി വേണ്ടെന്ന് വെച്ച പോരെ? വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കയറണം. നമ്മൾ കൊടുത്ത കേസ് നമ്മൾ വിചാരിച്ച വഴി തന്നെ വരും. അങ്ങനെ വന്നാൽ നമുക്ക് തന്നെ ഒരു ബ്യൂട്ടിക്ക് തുടങ്ങാം. അത്രേ ഉള്ളൂ. അതൊന്നുമല്ല, ഞാൻ പറഞ്ഞു വരുന്നൊന്ന് കേക്ക്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, പ്രിയ? പലതവണ ഇവിടെ വന്നിട്ടുണ്ട് എന്റെ കൂടെ. ആ തള്ള ഉപേക്ഷിച്ച അനാഥാലയത്തിലായിരുന്നു കുട്ടിയല്ലേ? അത് തന്നെ. ആ പെൺകുച്ച് പ്രഗ്നന്റാ. ആര്?
പ്രിയേ, ഇത് നിന്റെ MD ഒക്കെ അറിഞ്ഞോ? ഇല്ല, അവൾ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്താ ആലോചിക്കുന്നത്? ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. എന്താ? പറയാം. അങ്ങേരോടെ ഉണ്ടോ നോക്കാം. അനന്തു, ആ, ഒന്ന് താഴോട്ട് വന്നേ. ദേ പോലീസ് വന്നിരിക്കുന്നു. അനന്തേഷം ഇല്ലേ? ഉണ്ട്. ഒന്ന് വിളിക്ക്. എന്താ സാറേ? ഒരു പരാതിയുണ്ട്. എന്ത് പരാതി? നിങ്ങളുടെ ചേട്ടനല്ലേ ആദിത്യ കൃഷ്ണൻ? ആ, നിങ്ങൾ അയാളെ വീടൊഴിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയോ? അവർ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഒരു പരാതി തന്നിട്ടുണ്ട്. ശരിയാണോ? ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല. ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അപ്പൊ അയച്ചിട്ടുണ്ട്. ഒന്നിരിക്കാമോ? ആ, സാർ ഇരുന്നാട്ടെ. ഇരിക്കണം സാറേ. സാറേ, അത് എന്റെ അപ്പൂപ്പൻ മരതകം പിള്ള എന്റെ പേർക്ക് വിൽപ്പത്ര എഴുതി തന്ന വീടും പുരയിടുക. അത് ഞാൻ കോടതി വഴി കേസ് പറഞ്ഞോളാം. പോലീസുകാരതില് പോലീസുകാരെ നിങ്ങളെ നിയമം പഠിപ്പിക്കണ്ട. നിങ്ങളുടെ കയ്യിലുള്ള വിൽപത്രമേ വ്യാജരേഖയാണെന്നാണ്. അങ്ങനെയാണ് പരാതി. കള്ളപ്രവണം ഉണ്ടാക്കിയിരുന്ന് വ്യാജം അടിക്കുന്നു. മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തി വീടൊഴിപ്പിക്കാൻ നോക്കുന്നത് മര്യാദയാണോ? ആണോ? സാറേ, അത് വ്യാജരേഖയൊന്നുമല്ല. രജിസ്റ്റർ ഓഫീസിൽ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്റേർഡ് വിൽപ്പത്രോ. അത് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതിയോ? എനിക്കിവിടെ ബോധ്യപ്പെടണ്ടേ? അത് ഞാൻ കോടതി ഹാജരാക്കിക്കോളാം. കോടതി ഡോക്യുമെന്റ് പോയാൽ പിന്നെ അത് സാറിന്റെ അധികാരപരിധിയിൽ വരില്ല. ദേ, പിന്നെ ഇത്തരം കേസുമായി ഇവിടെ വന്ന് എന്നെ എന്റെ കുടുംബത്തെ ശല്യം ചെയ്യരുത്. ഞാൻ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി നൽകും. അറിയാലോ, ജോലി പോകുന്ന വഴി അറിയില്ല. അതാണ് കാര്യം. മിടുക്കനാണല്ലോ. ഈ മിടുക്കെ സിനിമയെ കാണിച്ചാൽ മതിയായിരുന്നു. നല്ല ഭാവി ഉണ്ടായിരുന്നു. എന്റെ ഭാവി ഞാൻ തന്നെ തീരുമാനിച്ചതാ. സാറിന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കും. ശരി, കാണാം. കാണേണ്ടി വരും. മേഡത്തിന്റെ FB പരിപാടികളൊക്കെ പെണ്ണുപിള്ളയ്ക്ക് വലിയ ഇഷ്ടമാണ്. ഷോപ്പിൽ വന്ന് പരിചയപ്പെടാൻ വേണ്ടി ഇരിക്കുക. ശരിയെന്നാ. ഈ പല്ലവി കൃഷ്ണൻ മേഡം അകത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് കാണാൻ. സർ, അകത്തോട്ട് ചെന്നാൽ മതി. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് പോയാൽ മതി. ഓക്കെ. എന്താ ചിറ്റപ്പ?
മോളെ ഞാൻ കാണാൻ വന്നതിൽ മോക്ക് നാണക്കേടുണ്ടോ? ഏയ് ഇല്ല ചിറ്റപ്പ, എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. അതെ, പിന്നെ ഒരു കാര്യം. ആ ചിറ്റപ്പ പറഞ്ഞോ. ഋഷികേശ് നായരുടെ ചെറുമോൻ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞു. ആ ഋഷി എൻ്റെ കൂടെ പഠിച്ചതാ. അച്ഛനുമായിട്ടുള്ള ഇഷ്യൂ ഒന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എന്തായാലും കല്യാണത്തിന് വിളിക്കും. മോളെ അത് എന്താന്ന് വെച്ചാ, മോളെ അത് നിനക്ക് പറ്റിയ ബന്ധമല്ല. അത് പറയാനാ ഞാൻ വന്നത്. എന്താ പ്രോബ്ലം ചിറ്റപ്പ? അതെ, എന്തായാലും പറഞ്ഞോ. മോളെ അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഋഷി ഒരു കുഴപ്പക്കാരനാ. അതെന്താ? അതെ, ഞാൻ അന്വേഷിച്ചപ്പോ അവന് വേറെ ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അവനത്ര നല്ല ആളല്ല. അയ്യോ ചിറ്റപ്പ, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ ആൻസ്റ്റോൺ യൂണിവേഴ്സിറ്റിയിലാ. അവിടെ വെച്ച് അവനെ പരിചയപ്പെട്ടതും. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. വേണ്ട. അല്ല ചിറ്റപ്പ, അല്ല. ലതേ, അത് അവിടെ തട്ടാതെ പുറത്തെങ്ങാനും കൊണ്ട് തട്ട്. ആ മോളെ. ആ പപ്പ. നീ നേരത്തെ ഇറങ്ങിയോ? കഴിഞ്ഞ വർക്കൗട്ടൊക്കെ? അതല്ല പപ്പ, പപ്പയെ കാണാൻ പപ്പയ്ക്ക് വേണ്ടപ്പെട്ട ഒരാൾ വന്ന് നിൽപ്പുണ്ട്. ഞാൻ കൊടുക്കാം. ആരാ? കൊടുക്കാം. ഋഷിമോനായിരിക്കും. കൊടു. ദാ ചിറ്റപ്പ. വേണ്ടത് പപ്പയാണ്. ഇല്ല, പപ്പയാണ് ചിറ്റപ്പ. സംസാരിച്ചോളൂ. ഹലോ മോനെ. ഞാനാ, അനന്തനാ. അവനെ ഞാൻ അന്വേഷിച്ചു. ചില പേഴ്സണൽ സോഴ്സ് വെച്ചറിഞ്ഞതാ. അവൻ ആള് പ്രശ്നക്കാരനാണെന്നും ഒരു പാവം പിടിച്ച പെൺകുട്ടിയുമായിട്ട് വല്ലാത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും. ഓ, സാമൂഹ്യ പ്രവർത്തനം. ഫോൺ കൊടുക്കണ അവളെ. കല്യാണം മുടക്കാൻ നടക്കുന്നു. ഫോൺ. ആ പപ്പ. ആ മോളെ, അവൻ തന്നെ എന്തെങ്കിലും പറഞ്ഞോ? വകതരിവില്ലാത്തവനാ. ഏയ് ഇല്ല പപ്പ, എന്നെ ഒന്നും പറഞ്ഞില്ല. എന്റെ മോളെ ഞാനേ എന്റെ ചേട്ടന്റെ മോളായിട്ട് മാത്രമല്ല, എന്റെ സ്വന്തം മോളായിട്ട് കരുതി പറയോ. ഋഷി എന്റെ കൂടെ പഠിച്ചതാ. 5 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരേ ഹോസ്റ്റൽ റൂമിൽ താമസിക്കുകയും ചെയ്തവരാ. ചിറ്റപ്പൻ എന്നെ എത്ര വർഷം കണ്ടിട്ടുണ്ട്? കൂടിപ്പോയ 1-2 പ്രാവശ്യം. ആര് പറയുന്നത് വിശ്വസിക്കണം ഞാൻ? ഋഷി പറയുന്നത് വിശ്വസിക്കണോ, ചിറ്റപ്പൻ പറയുന്നത് വിശ്വസിക്കണോ? ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഇന്റർഫിയർ ചെയ്യരുതോ പ്ലീസ്.